വരുന്ന ഞാൻ ചങ്കലയിൽ നിന്ന് എണീച്ച് പോയെന്ന് പറഞ്ഞാൽ കളക്ടർ പറയാം ഇത് ആരുടെ പറയേണ്ടത് പറഞ്ഞാണ് കളക്ടർ. ഇനി അറ്റത്ത് ഒരു ചെറിയ ഗുഹ പോലെയാ. ആ ഗുഹനകത്ത് വയറിങ്ങിന്റെ പണിയൊക്കെ ചെയ്ത ആ ഡാമിനകത്ത് 93-ല് അന്നേരം. അപ്പം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു വ്യൂ എടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു കിടിലം വ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ കാണുന്നതാണ് ഡാമുണ്ടോ, അതുകൊണ്ട് ആ കാണുന്നതാണ് ഡാം. ഡാം നിൽക്കുന്ന സ്ഥലത്ത് അത് നേരെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പൊന്നു മോനെ നേരെ വെള്ളം വരുന്നത് നേരെ ഇങ്ങോട്ടായിരിക്കും വെള്ളം വരുന്നത്. ഈ മലയിലായിരിക്കും വന്നിരിക്കുന്നത്. ഈ കാണുന്ന സത്രം ഏറിയാണ്, സത്രത്തിൻ്റെ സ്ഥലങ്ങൾ മൗണ്ട് ഏറിയാണ്. അപ്പോൾ ഇതാണ് വ്യൂ. ഇനി കണ്ടില്ല കേട്ടില്ലെന്ന് പറയല്ലേ. അപ്പം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് മണ്ടയ്ക്ക് കയറി വരാൻ വേണ്ടി കേട്ടോ. നോക്കിയേ, അതെ ഇതാണ് ശരിക്കുള്ള മുല്ലപ്പെരിയാറിൻ്റെ വ്യൂ. പ്രതിരമണീയമായിട്ടുള്ള എന്തോ അടിപൊളി സ്ഥലമെന്നറിയോ. അത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ അങ്ങോട്ടുള്ള ഏരിയകളാണ് PTR-ൻ്റെ. അത് വള്ളക്കടവ്, ആ ഫ്രണ്ട് ഭാഗം വള്ളക്കടവ്, അതിൻ്റെ അനുബന്ധ സംഭവങ്ങളാണ് കിടക്കുന്നത്. അപ്പം മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക, എന്നോ മഞ്ഞ് കയറിക്കൊണ്ടേയിരിക്കുക കേട്ടോ. നോക്ക്, മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അടിപൊളി കാഴ്ചകൾ. കണ്ടോ, എന്ത് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചയാണ്. ടീം കുക്കണ്ണൻ ഇവിടെ വന്ന് കണ്ടുപിടിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. രക്തം കൊണ്ട് എഴുതി വെച്ച ഒരു ഡാമാണത് കേട്ടോ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മഞ്ഞായിരുന്നു, ഇന്നും മഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ എന്തോ വീഡിയോ എടുത്തിട്ട് പോയേക്കാന്ന് കരുതി. കണ്ടോ വ്യൂ ഉണ്ടല്ലോ, ഉണ്ടോ. ഇനി വ്യൂ കണ്ടില്ല കേട്ടില്ലെന്ന് പറയല്ലേ. ഡൗട്ടാ ഇതുപോലൊരു വ്യൂ. പിന്നെ അടുത്ത് പോകണം. അവിടെ എല്ലാം ഫോറസ്റ്റിൻ്റെ വാച്ച് ടവറും കാര്യങ്ങളൊക്കെ, അങ്ങോട്ട് കയറാനൊക്കത്തില്ല. ഇറങ്ങാനുള്ള പോസിബിലിറ്റീസ് അല്ലേ. വാട്ടർ ബോംബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വാട്ടർ ബോംബാണ് ആ കാണുന്നത്. കണ്ടോ, നേരെ ഒരു വ്യൂ കിട്ടുമെന്ന് പോലും അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ മഞ്ഞ് കയറി തുടങ്ങി, ഒരു വ്യൂ കിട്ടി. എന്തോ പൊഴുകിപ്പോയ 6 ജില്ല. അങ്ങനെ പൊട്ടല്ലേ ദൈവമേ, കത്തോണേ. എന്ത് പ്രകൃതി രമണീയമായിട്ട് അടിപൊളി സ്ഥലമല്ലേ. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വ്യൂ കഴിഞ്ഞ ശേഷം ഞങ്ങൾ മുന്നോട്ട് പോവാണ് കേട്ടോ. വല്ലാത്ത വ്യൂ അല്ലേ, അതേ കാണാൻ തോന്നുന്നു. പിന്നെ ഇതിൽ കൊടുത്ത് ഇത്രയും എളുപ്പത്തിൽ ഇവിടെ കാണാൻ പറഞ്ഞത് അല്ലേ. ഈ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഈ സെമിത്തേരി ഒരു പോയിന്റ് ഉണ്ട്, ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു, പിറ്റിക്കൊണ്ടെന്ന് കേട്ടോ. ഈ സെമിത്തേരി കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടെന്ന് അവർ പറഞ്ഞതാണ്. ഇവിടെ ആയിരിക്കും ആദ്യം വന്നിരിക്കുന്നത്. ഇവിടെ ആദ്യം വന്നിരിക്കും, ഇങ്ങോട്ടായിരിക്കും കയറുന്നത്. ഇതേ ഹൈറ്റ് വരും വെള്ളം. CSI പള്ളി അതാണ്, ആ CSI പള്ളി. അതിനപ്പുറത്താണ് മൗണ്ട്. എന്തായാലും നമ്മൾ ചെറിയ ഇറങ്ങി പോവാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ വന്ന കാര്യം കണ്ടു കേട്ടു അല്ലേ. ചെറുതെ പോവാം, കണ്ടു കേട്ട് ചെറിയ ഇറങ്ങി പോവാണ്. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും, ഇതിൽ കൂടുതലും പറ്റിയല്ല. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അല്ലേ. ഓക്കെ, അപ്പം ഗുഡ് ബൈ, ടാറ്റ. പൊക്കോളും അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇറങ്ങുകയാണ് താഴോട്ട്. എങ്ങോട്ടേക്കാണ്? വിശാലമായ അടിപൊളി റോഡാണ്. നാട്ടിലെ റോഡിനെക്കാൾ അടിപൊളി റോഡാണ് ഇവിടെ അല്ലേ. അതാണ് തോട്ടങ്ങളിലെ റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. മഞ്ഞ് കയറി ഇറങ്ങും, ഒരു സൈഡ് മഞ്ഞ് കയറുന്നു, ഒരു സൈഡ് മഞ്ഞ് ഇറങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി ഒരു 2 വീഡിയോ കൊണ്ട് അതുകൊണ്ട് കാണിച്ചിട്ട് വെറുതെ അങ്ങോട്ട് പോകാൻ കരുതി. ഒരു കാര്യമുണ്ട്, മലയാളി എത്ര പിടിച്ചാലും തേയില തീരാത്തതിന് ഒറ്റ കാരണം ഇതാണ്. ഇവിടെ വന്ന് കണ്ടാൽ മതി മലയാളി പിടിക്കുന്ന തേയിലപ്പൊടി. രാവിലെ നമ്മളൊക്കെ ചായ പിടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അതെ, അതിന് ഇവരിവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനിയും കുടിക്കാം. നമ്മുടെ മക്കളെ കുടിക്കാനുള്ളതല്ലേ. വർഷങ്ങൾ വഴക്കമുള്ള തേയിലച്ചെടികളാണ് കേട്ടോ. എന്ത് രസമാണ്, നല്ല ഭയങ്കര വിഷ്വൽ അല്ലേ. അതിന്റെ ആ ഒരു ഷേപ്പ് ഒരേ ലെവലിലുള്ള അഡ്വാൻറ്റേജ്. അവിടെ ഇവിടെ അതിനകത്തേക്ക് ആക്കും. അത് തന്നെ. സൈറ്റിന്റെ ആ ഒരു
4 ലക്ഷം രൂപ ലോണാണ് കേട്ടോ. 4 ലക്ഷം രൂപ ലോണാണ്. 4 ലക്ഷം രൂപ ഉണ്ടോ? പക്ഷേ എന്നാ പറയാം, അടിച്ചുവാൻ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ നല്ല രീതിയിൽ അടിച്ചുവാനുണ്ടല്ലേ. കേരളയിൽ കഴിഞ്ഞു. അതിനകത്ത് വയറിങ്ങിന്റെ പണിയൊക്കെ ചെയ്ത ആ ഡാമിനകത്ത് 93-ല് അന്നേരം അതിൽ ലീക്ക് ആകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തോരം 2-3 ലീക്ക് ആയിക്കൊണ്ടിരിക്കുക അത്. ഞാൻ അതിനകത്ത് വയറിങ്ങിന്റെ പണി ചെയ്ത് 93-ലാണ്. അന്ന് എനിക്ക് തന്നെ 17-18 വയസ്സുള്ളൂ. അന്നേരം ഇവിടെയുള്ള ആ പാർട്ടി ഹൗസിന്റെ ഫ്രണ്ടിൽ ഒരു വീടില്ലേ, അവിടുത്തെ പുള്ളിയാ അത് ഇതൊക്കെ എടുത്തത്, വർക്കൊക്കെ എടുത്തത് ലൈൻ്റെ. അന്ന് മറ്റേ ഇത് കറണ്ട് വലിക്കുമ്പോൾ ആ പുള്ളിയുടെ കൂടെ ഞങ്ങൾ വയറിങ്ങിന് പോയി. ഞങ്ങൾ ഡ്രില്ല് വെച്ച് തുളച്ച് മുളയുടെ വാരിയൊക്കെ അതിനകത്ത് അടിച്ച് കയറ്റി അങ്ങനെ ഇത് പിടിപ്പിച്ചേക്കുന്നത് വയറിങ്. നല്ല ടൈറ്റ് അല്ലേ? അന്ന് നല്ല ടൈറ്റായി, ഇപ്പം എല്ലാം ലൂസായി കാണാം. അന്ന് ലീക്കുണ്ട്. അല്ലാതെ അതിനകത്ത് ഒരു നിലവിലെ ഒരു അവസ്ഥ അത് എന്നാണേലും പോട്ടെ. അങ്ങാപ്രായം എന്ന് പറഞ്ഞാൽ അങ്ങേ സൈഡില്ലേ വെള്ളം കിടക്കുന്നത്, ആ സൈഡ് പൊളിഞ്ഞു പോയിട്ട് അവർ മണ്ണ് വെച്ച് തേച്ചോണ്ടിരിക്കുക ഇപ്പോ. നേരത്തെ തൊട്ട് അങ്ങനെ ഇങ്ങനെ അടന്ന് പോകുമല്ലോ സിമെന്റ് അടന്ന് പോകുമ്പോൾ വെള്ളം കുറയുമ്പോൾ അവർ തേച്ച് വിടും. സിമെന്റ് വെച്ച് സിമെന്റ് വെച്ചല്ലേ ഇങ്ങനെ അടന്ന് വീഴും. ആ വള്ളക്കടയിൽ ഒത്തിരി പേരുടെ അടുത്ത് ആ ഫോട്ടോ ഒക്കെ ഉണ്ട് നേരത്തെ പണ്ടത്തെ. അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഇവിടെയുള്ള പഴയ ആൾക്കാരുടെ അടുത്തൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന പണ്ടല്ലേ. ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് ബിനോയ് അല്ലേ? അവള് വള്ളക്കടയിൽ തന്നെ ഇതിലേ പോകത്തുള്ളൂ വെള്ളം കൂടുതൽ. കോട്ടയം ജില്ലയൊന്നും വയനാട് ഇതുപോലെ അല്ല, പോയ കേരളത്തിന്റെ ഫുൾ ഭാഗം പല ജില്ലയിലും ഇത് കോട്ടയം ജില്ല മൊത്തം പോകും. ഇതിലെ കാണത്തില്ല. ഇതിലെ വെള്ളം പോവാണെങ്കിൽ കോട്ടയം ജില്ല മൊത്തം പോകും. ആദ്യം മറ്റേ മൗണ്ടില്ലേ മുല്ലപ്പെരിയാർ പൊട്ടുവാണെങ്കിൽ ആദ്യം ദുരന്തം സംഭവിക്കുന്നത് ഈ വള്ളക്കടവ് ഭാഗമാണ്. ഇവിടെ തന്നെ ഒത്തിരി പേരുണ്ട്. ഇവിടെ ഈ വാർഡിലെങ്ങാണ്ട് 1300 ചില്ലാന വോട്ടർമാരുണ്ട്. അത് അവരുടെ പിള്ളേരെ വോട്ടില്ലല്ലോ, അവരുടെ പിള്ളേർക്കൊന്നും വോട്ടില്ല. അതിന്റെ അപ്പുറത്തോട്ട് വേറെ വാർഡാണ്. ഇവിടെ വോട്ടില്ല. കൊച്ചു അവർ തന്നെ ഒരു വീട്ടിൽ 5-6 പിള്ളേർ വീതമുണ്ട്. ഒരു വീട്ടിൽ അങ്ങനെയാണല്ലോ 7-8 പിള്ളേർ വീതമുള്ള ഒരു 10-15 പിള്ളേരുള്ള വീടുണ്ട്. എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ 4-5 പിള്ളേരുണ്ട്. അത് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം എസ്റ്റേറ്റ് മേഖലയല്ലേ, ഇഷ്ടം പോലെ പിള്ളേരും ആൾക്കാരൊക്കെ താമസിക്കുന്നവരാണ്. 14 പേരും ഇത് ഹിന്ദിക്കാരൊക്കെ ഇപ്പൊ വന്നേക്കുന്നത്. ഈ മുട്ടയൊന്നും കാണത്തില്ല. അവിടെ മൗണ്ട്, അതിന്റെ കറക്റ്റ് മൗണ്ടിന്റെ അവിടെ മൗണ്ടിൽ അതിന്റെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ആ ബംഗ്ലാവിന്റെ തൊട്ട് താഴെ അവിടെ വരെ വാട്ടർ ലെവലാ. ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കുറെ ദൂരം വെള്ളം പോകും ആ സൈഡിലോട്ട്. ഇവിടുന്ന് ഒറ്റയടിക്ക് പോകത്തില്ല, രണ്ടായിട്ട് പിരിഞ്ഞേ പോകത്തുള്ളൂ. ഇവിടെ ഉറപ്പായിട്ട് ഇങ്ങോട്ട് ആദ്യമേ വെള്ളം ഇങ്ങോട്ടായിരിക്കും വരുന്നല്ലേ. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വന്നിരിക്കും. ഈ ഇതിന്റെ തൊട്ടപ്പുറയാണ് പോയിന്റ് കാണുവാണെങ്കിൽ ശരിക്കും പറയുവാണെങ്കിൽ സകലം മേലിൽ പോയാൽ അതിന്റെ കണ്ടു ഞങ്ങൾ മേളത്തെ റോട്ടിൽ പോയത്. ഏറ്റവും ടോപ്പിൽ അവിടെ സെമിത്തേരി ഇല്ലേ, അവിടെ സെമിത്തേരിയുടെ സൂപ്പർ വ്യൂ ആ. ഇവിടെ കണ്ടോ? ഇവിടെ കണ്ടോ? അതല്ല അതിന് മേളി, അല്ലെങ്കിൽ ഇവിടെ പോയി പള്ളി അല്ലേ. അതെ, ഇവിടെ വണ്ടി ഇടുക പള്ളിയിലൂടെ വണ്ടി ഇട്ടിട്ട് ആ വാഗ നിൽക്കുന്നുണ്ടോ, അത് നല്ല ലെവലാ. പ്ലേസിൽ നോക്കുവാണെങ്കിൽ വെള്ളം കിടക്കുന്നത് അവിടെ മൗണ്ടിലേക്കാരും ക്ലിയർ ആയിട്ട് കാണാം. ഉത്സവമൊക്കെ നടത്തിയായിരുന്നു നേരത്തെ. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, ഈ ബേബി ഡാം എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ ഉത്സവമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അവിടെ ഞങ്ങൾ ഉത്സവമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം പോയി അവിടെ പരിപാടി കാണുകയും വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഇവിടുന്ന് കുറച്ച് പേര് പോയെന്ന് പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു അവർക്ക് പേടിയാ ശരിക്കും പറഞ്ഞ സംസാരിക്കാൻ. കുറച്ച് ദിവസം മുന്നേ ഇവിടെയുള്ളവർ ആര് പോയി, അത് എന്തോ ഇവിടെ ഒരു ഇൻസ്പെക്ഷൻ വേണ്ടി പോയെന്ന് പറഞ്ഞ ഒരു ചേട്ടനൊക്കെ പറയുന്നു. അവിടെ ഒന്ന് പറഞ്ഞായിരുന്നു വള്ളക്കടവ് ജംഗ്ഷൻ. ഇങ്ങേറ്റത്ത് ഒരു ചെറിയ ഗുഹ പോലെയാണ്. ആ ഗുഹയ്ക്കകത്ത് വരുന്നത് മഴപ്പുള്ളും അങ്ങനെയുള്ള ഈ പ്രാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഇങ്ങനെ ഇത്ര നീളത്തിലല്ലേ, അത്ര നീളത്തിലും ഇങ്ങനെ 2 ഗാലറി ആയിട്ട് അത് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് തൊട്ട് അങ്ങനെ ഇച്ചിട്ട് വെള്ളം വെള്ളം പോകാനായിട്ട് ഓടയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ലീക്ക് വരുന്ന വെള്ളം പോകാൻ വേണ്ടി ജാലറി പോലെ ഇങ്ങനെ ആ ജാലറിക്കകത്ത് ഇങ്ങനെ ഈ ഡാമിനോട് ചേർന്ന് ഇങ്ങനെ നീളത്തിൽ കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് വെള്ളം പൊക്കോണ്ടേയിരിക്കും. ഓവർഫ്ലോ ആണോ എന്നാന്ന് അറിയത്തില്ല. അതിനകത്ത് അങ്ങോട്ട് ലീക്കായി വെള്ളം അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ 2 ജാലറിയിൽ ഒരു ജാലറി താഴത്തെ ജാലറിയിൽ ഇങ്ങനെ വെള്ളം വരും. അതിപ്പോ ഇവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞാൽ ഇതുപോലെ പുല്ലുമേട് ദുരന്തം വന്ന പോലെയാ. പുല്ലുമേട് ദുരന്തം വന്നപ്പോ കളക്ടർ അടുത്ത് പറഞ്ഞ് ഞാൻ അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ആ ചങ്ങലയിൽ ഇരിപ്പുണ്ടായിരുന്നു.
അത് സ്വാമി വരുന്ന കണ്ടോണ്ട് ഞാൻ ചങ്കലയിൽ നിന്ന് എണീച്ചു പോയെന്ന് പറഞ്ഞാൽ കളക്ടർ പറയാം ഇത് ആരുടെ പറയേണ്ടതെന്ന് പറഞ്ഞാണ് കളക്ടർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എങ്ങനെ ഇരിക്കുന്നത്? അന്നത്തെ കളക്ടർ അത് തന്നെ അവർക്ക് ആവശ്യമില്ല. അത് തന്നെ. അല്ല അന്നേരം അതിന്റെ പേരിൽ കുറെ പൈസ അടിച്ചു മാറ്റാം. ഇവിടെ ആണെങ്കിൽ 10-90 പോലീസുകാരുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട്. എന്നേലും പ്രയോജനമുണ്ടോ? ഇതിനകത്ത് പോലീസുകാരുണ്ടോ? പിന്നെ അതിനകത്ത് പിന്നെ സ്റ്റേഷനുണ്ട്. ഇവിടെ സ്റ്റേഷൻ പോലീസുകാരൊക്കെ ഒത്തിരി അതിന്റെ ഇവിടെ സ്ഥലം ചോദിച്ചിട്ടുണ്ട്. ഇതിലെ ഡ്യൂട്ടി മാറുന്ന പോലീസുകാരും എപ്പോഴും ഡെയിലി 2-3 ട്രിപ്പ് അങ്ങോട്ട് അവർക്ക് സാധനം 90 ഒത്തിരി പേരുണ്ട്. ഡ്യൂട്ടിയുള്ള മുല്ലപ്പെരിയാർ ഡാമ കേരള പോലീസ് 90 പേരുണ്ട്. പെരിയ ഇടുക്കി ക്യാമ്പിൽ നിന്നാണ് വരുന്നത്. ഇടുക്കി ക്യാമ്പിൽ നിന്ന്. അത് DSP അന്ന്